ഓം നമോ ഭഗവതേ വാസുദേവായ. അകലൂർ ലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നടന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൽ യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ ജയേഷ് ശർമ്മ ഭക്തർ എഴുതിക്കൊടുത്ത സംശയങ്ങൾക്ക് മറുപടി പറയുന്നു. ശ്രദ്ധിക്കുക. നമ്മുടെ തെറ്റായ ധാരണകളെ തിരുത്തുന്ന ധാരാളം കാര്യങ്ങൾ ആ ചോദ്യോത്തരങ്ങളിലുണ്ട്. വീട്ടിൽ പൂജാമുറിയിൽ വിളക്ക് വെക്കണമെങ്കിൽ കുളിക്കണം എന്നത് നിർബന്ധമാണോ? ഈ പഞ്ചശുദ്ധി എന്നൊരു ഭാഗം നമ്മുടെ ആചാരങ്ങളിൽ വളരെ പ്രസിദ്ധമാണ്. ദേഹശുദ്ധി, ഇന്ദ്രിയശുദ്ധി, വാക്ശുദ്ധി, മനഃശുദ്ധി, ഇങ്ങനെയുണ്ട്. ഇതിൽ ദേഹശുദ്ധി അതിൽ പെട്ടതാണ് ഈ കുളി തുടങ്ങിയിട്ടുള്ളതൊക്കെ. അപ്പോൾ ആ സമയത്ത് കുളിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇത് സംശയം പോലും വരേണ്ട കാര്യമില്ല അതിൽ. പിന്നെ ശാരീരികമായ എന്തെങ്കിലും വൈഷമ്യങ്ങളുള്ള ആളുകളാണെങ്കിൽ അപ്പം മുടക്കരുത് എന്നുള്ളിൽ ആഗ്രഹമുള്ള ഒരാൾ, എന്നാലോ ഡോക്ടർ പറഞ്ഞിട്ടുമുണ്ട് കുളിക്കരുതെന്ന്. അപ്പം എന്ത് ചെയ്യാം? അപ്പം നമുക്ക് പറ്റാവുന്നിടത്തോളം ശരീരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് നനച്ച് കയ്യും കാലും മുഖമൊക്കെ ഒന്ന് കഴുകി, മനഃപൂർവ്വമല്ലല്ലോ നമുക്ക് കുളിക്കണമെന്നും അങ്ങനെയാണ് ചെയ്യാറ്, അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പോൾ വയ്യ, പക്ഷെ എനിക്ക് വിളക്ക് വയ്ക്കണത് മുടക്കാനും വയ്യ, എനിക്കത് പറ്റും, അത് വേണം, ചെയ്യണം, അങ്ങനെ ഒരു ചിന്ത ഉള്ള ഒരാളാണെങ്കിൽ എന്ത് ചെയ്യുക? കയ്യും കാലും മുഖവും കഴുകിയിട്ട് അത് പിന്നീട് തുടർന്ന് അത്തരത്തിലേക്ക് പോകാനുള്ള ഒരു കീഴ്വഴക്കാവരുത്. അത് നമുക്ക് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് മാത്രമാണ്. ശാരീരികമായ എന്തെങ്കിലും ക്ലേശങ്ങളുള്ള ആളുകളാണെങ്കിൽ നിവൃത്തിയൊന്നുമില്ല. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ചെറിയൊരു ഒഴിവ്, ശരീരത്തിന് മറ്റ് കയ്യും കാലും മുഖമൊക്കെ ഒന്ന് കഴുകുക, അല്ലെങ്കിൽ നനച്ച് തുടയ്ക്കുക, എന്നിട്ട് പൂജാമുറി കയറി വിളക്ക് വയ്ക്കുക. പക്ഷേ പ്രധാനമായിട്ട് നമ്മൾ കുളിച്ചിട്ട് പൂജാമുറി കയറി നമ്മൾ ശുദ്ധമായിട്ട് വിളക്ക് വെച്ച് മറ്റുള്ള ജപാദികളൊക്കെ ചെയ്യാവൂ എന്ന് മനസ്സിലാക്കുക. അതാണ് ഉദ്ദേശിച്ചത്. ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല. കുളിക്കണം എന്നുള്ളതാണ്. കുളി എന്ന് പറയുമ്പോൾ ഇപ്പൊ വൈകിട്ടാണെങ്കിൽ ഞാൻ ഒരു ചെറിയ ഒഴിവ് തരുന്നത് രാവിലെ. ഇത് പ്രത്യേകമായിട്ട് രാവിലെ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കുളിച്ചോളണം. കാരണം നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുന്നവരാ. രാവിലെ നമ്മൾ രാത്രിയിൽ കിടന്നുറങ്ങി എന്തെല്ലാം ഇല്ലേ. പണ്ട് പറയാ കുളിച്ചു കഴിഞ്ഞാൽ കോസറി തൊടാൻ പാടില്ല എന്ന് പറയാം. കുളി കഴിഞ്ഞാൽ കോസറി തൊടാൻ പാടില്ല എന്ന്. പിന്നെ എങ്ങനെയാണ് നമ്മൾ വിളക്ക് വയ്ക്കുക? കുളിച്ചു കഴിഞ്ഞാൽ കോസറി തൊടാൻ പാടില്ല എന്നാണ്. അപ്പൊ കുളിക്കാതെ പൂജാമുറി കയറാൻ പാടില്ല എന്നും നമ്മൾ അവിടെ കിട്ടി അല്ലേ. അപ്പൊ രാവിലത്തെ സമയം എന്തായാലും കുളിച്ചിട്ട് വരണം തല. അതാണ് ഞാൻ പറഞ്ഞത്. ശാരീരികമായിട്ട് നമുക്ക് ഇപ്പോൾ ഓർക്കാപ്പുറത്തൊരു വിഷമം വന്നു, നല്ല പനിയാണ്, ഡോക്ടർ പറഞ്ഞു തല കുളിക്കരുത്. നമ്മൾ ഡോക്ടറെ മാനിക്കണ്ടേ? മാനിക്കണം. അപ്പൊ നമ്മൾ ചെറിയൊരു ഒഴിവ്. എന്തുകൊണ്ടത്? അവിടെ നല്ലൊരു ശുദ്ധി ഉള്ളതുകൊണ്ട്. എന്താ കാരണം? അവിടെ ഒരു ഉദ്ദേശശുദ്ധി ഉണ്ട്. അവിടെ ആർക്കത് മുടക്കരുത്, എനിക്ക് വിളക്ക് വെക്കണം, ഭഗവാന് വിളക്ക് വെക്കണം, മുടങ്ങരുതേ എന്നുള്ളൊരു നല്ല ശുദ്ധിയായ മനസ്സുള്ളത് കൊണ്ട് നമ്മൾ ആ ന്യൂനത നമ്മളവിടെ പോരായ്മയായിട്ട് കാണില്ല. നേരെ മറിച്ച് ശാരീരികമായ ക്ലേശങ്ങളൊന്നുമില്ല എന്നിരിക്കെ നമ്മൾ ഈ തണുപ്പ് സഹിക്കാൻ വയ്യാന്നും പറഞ്ഞിട്ട് നമ്മൾ കയ്യിലും കാലിലും വെള്ളമൊഴിച്ച് കയറാന്ന് പറഞ്ഞാൽ നന്നല്ല, ശരിയല്ല. ഇപ്പൊ പഞ്ചശുദ്ധിയിൽ വളരെ പ്രധാനമാണ് ദേഹശുദ്ധി, ശരീരശുദ്ധി, വാക്ശുദ്ധി, മനഃശുദ്ധി, ഇന്ദ്രിയശുദ്ധി തുടങ്ങിയിട്ടുള്ളതൊക്കെ, ഗ്രഹശുദ്ധി, ഇതൊക്കെ പഞ്ചശുദ്ധിയിൽ പെട്ടതാണ്. ഇതിൽ ദേഹശുദ്ധി വളരെ വളരെ പ്രധാനമാണ് മനസ്സിലാക്കുക. മറ്റൊന്ന്, ഈ ഹിന്ദു ആരാധനാലയങ്ങളെ കൊണ്ട് സമൂഹത്തിന് എന്ത് ഗുണമാണ് ഉള്ളത്? ഈ ഹിന്ദു ആരാധനാലയങ്ങളെ കൊണ്ട് സമൂഹത്തിന് എന്ത് ഗുണമാണ് ഉള്ളതെന്നാണ്. ഗുണം, ക്ഷേത്രത്തിൻ്റെ ഒരു താന്ത്രിക വശത്തെക്കുറിച്ച് നമുക്ക് രണ്ടാമത് ചിന്തിക്കാം. അത് സാധനാപരമായി നമുക്ക് ഏത് തരത്തിൽ നമുക്ക് ഉയർച്ച നൽകും എന്നതിനെ ആശ്രയിച്ചിട്ടാണ്.
ഇവിടെ ചോദ്യം ക്ഷേത്രം ഒരു അനാവശ്യ ഘടകമാണ് എന്നൊരു ചിന്തയിൽ നിന്ന് വന്ന ചോദ്യമാണെന്നാണ് മനസ്സിലാവുന്നത്. ക്ഷേത്രം ഒരു അന്ധവിശ്വാസത്തിന്റെ ഒരു കേന്ദ്രമാണ് എന്നും ക്ഷേത്രം സമൂഹത്തെ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്ന ഒന്നാണ് എന്നും ഉള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഈ ചോദ്യം വന്നതെന്ന് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ ചോദ്യത്തിന്റെ രീതി ഇങ്ങനെ ആവില്ലേ? അല്ല, ക്ഷേത്രം കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഉയരാൻ സാധിക്കുക എന്നുള്ള രീതിയാണ് ചോദിച്ചെങ്കിൽ ഉത്തരം വേറെയാണ്. ഈ ചോദ്യത്തിന് ഉത്തരം നമ്മൾ താന്ത്രികമായ അതിന്റെ തത്വങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. ചോദിച്ച ആൾക്ക് അത് ആവശ്യം ഉണ്ടാവില്ല. ചോദിച്ച ആൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ക്ഷേത്രം കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് നമ്മുടെ ലോകത്തിൽ നോക്കാം. നമുക്ക് താന്ത്രികവും ആധ്യാത്മികവും ഒക്കെ അവിടെ നിൽക്കട്ടെ. ക്ഷേത്രം കൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. ബ്രാഹ്മണർ ജീവിക്കുന്നു ക്ഷേത്രം കൊണ്ട്. അവര് തന്ത്രിമാര് ക്ഷേത്രം ഉപജീവനമായി കണ്ട് അവരവരുടെ കുടുംബം പുലർത്തുന്നു. ക്ഷേത്രത്തിലെ മേൽശാന്തി തുടങ്ങിയിട്ടുള്ളവർ, കീഴ്ശാന്തി തുടങ്ങിയിട്ടുള്ളവർ ക്ഷേത്രത്തെ ഉപാസിച്ചുകൊണ്ട് ആ ക്ഷേത്ര ആരാധന ചെയ്തുകൊണ്ട് ലോകത്തെ സേവിച്ചുകൊണ്ട് അവർ തൻ്റെ കുടുംബത്തെ പുലർത്തുന്നു. എത്ര കുടുംബമാണ് ഊണഴിച്ചു പോണത് ഒരു ക്ഷേത്രം കാരണം. ഈ ക്ഷേത്രം സമൂഹത്തിന് എന്ത് ഗുണമാണ് നൽകുന്നതെന്ന് ചോദിക്കുന്നവൻ സമൂഹത്തിന് എന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് പിന്നെ നോക്കാം. ഒരു തന്ത്രി തൻ്റെ കുടുംബം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടെ സമൂഹത്തിനെ ഉയർത്തുന്നതിന് വേണ്ട ഈ മഹാക്ഷേത്രത്തെ തൻ്റെതായ തപസ്സുകൊണ്ട് ആ ക്ഷേത്രത്തിന് വേണ്ടതായ പൂജാദികളെ ചെയ്ത് തന്ത്രവിദ്യാപ്രകാരത്തിന് ആ തന്ത്രം കൊണ്ട് ക്ഷേത്രത്തെ ചൈതന്യം കൂടുതൽ കൂടുതൽ ഉയർത്തി അദ്ദേഹത്തിൻ്റെ ജീവിതം, അത് ജീവിതമാണ്. ഇതിപ്പോൾ പറയാൻ മടി, ഇതിനൊക്കെ പഠിക്കേണ്ട ആവശ്യമില്ല. മേശാന്തിയായാലും കീഴ്ശാന്തിയായാലും അവർ ഈ ക്ഷേത്രത്തെ ആരാധിച്ചുകൊണ്ട് അവർ തൻ്റെ കുടുംബം പുലർത്തുന്നു. ക്ഷേത്രത്തിൽ മാല കെട്ടുന്നവരുണ്ട്, ക്ഷേത്രത്തിൽ അവിടെ അടിച്ചു വരുന്നവരുണ്ട്, കഴകവും വാരസ്യാര്, അവരൊക്കെ ഈ ക്ഷേത്രം കൊണ്ടാണ് ഉപജീവന മാർഗം നടത്തുന്നത്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടെ വഴിപാട് എഴുതുന്ന ആൾക്കാർ, വലിയ വലിയ ക്ഷേത്രങ്ങളാണെങ്കിൽ എത്ര സ്റ്റാഫുകൾ ഉണ്ടാവും അവിടെ, അല്ലേ? എത്ര സ്റ്റാഫുകളുണ്ടാവും? 25, 30 അതിൽ കൂടുതലുമുള്ള വലിയ വലിയ ക്ഷേത്രങ്ങളുണ്ട്. ഗുരുവായൂർ പോലുള്ള ക്ഷേത്രങ്ങളിൽ എത്ര പേരെയാണ് തീറ്റിപ്പോറ്റുന്നത് അമ്പലം, ഒരു ക്ഷേത്രം. എത്ര കുടുംബങ്ങളാണ് കഴിഞ്ഞു പോകുന്നത്, എത്ര കുട്ടികളെ അച്ഛനമ്മമാർ പഠിപ്പിക്കുന്നു ഈ ക്ഷേത്രത്തിൽ ജോലി ചെയ്തിട്ട്. അപ്പൊ എത്രയോ സ്റ്റാഫുകൾ അവിടെ ജോലിയുണ്ട്. ഒരു ജോലി കിട്ടാൻ വേണ്ടി ഓരോരുത്തർ ഓരോ നെട്ടോട്ടം ഓടുകയാണ്. ഒരു ജോലി കൊടുക്കുന്നു ക്ഷേത്രം ഓരോരുത്തർക്ക്. ക്ഷേത്ര കലാകാരന്മാർ ഞാൻ പറഞ്ഞുള്ളൂ. അതുപോലെ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ സമയത്ത് അല്ലെങ്കിൽ ഓരോ പൂജാ സമയത്ത് വാദ്യക്കാരുണ്ടാവും അവിടെ. ആ ക്ഷേത്രവുമായി സംബന്ധിച്ച് ക്ഷേത്രത്തിന്റെ ആചാരവുമായി ബന്ധപ്പെട്ട ചില വാദ്യങ്ങളുമായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. അവരതുകൊണ്ടാണ് ജീവിക്കുന്നത്. ഈ പറയുന്ന ആൾക്ക് കൊടുക്കാൻ പറ്റുമോ ഇത്ര ആൾക്കാർക്ക് ജോലി? സാധ്യമല്ല. വലിയൊരു സാമൂഹിക സംരക്ഷണമാണ് ഒരു ക്ഷേത്രം നടത്തുന്നത്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പൂജാവിധാനവുമായി ബന്ധപ്പെട്ട വാദ്യവുമായി ബന്ധപ്പെട്ട് ആ തൊഴിൽ പഠിച്ച് അവരത് ചെയ്തിട്ട് അവരവരുടെ കുടുംബം ക്ഷേത്രത്തെ ആരാധിച്ചുകൊണ്ട് ഭഗവാനെ തൻ്റെ സേവയായിട്ട് ഭഗവാനുള്ള പൂജയായിട്ട് ആ വാദ്യ കലാകാരന്മാർ അവരാ ശിവേലി സമയത്തൊക്കെ അവർ ക്ഷേത്രത്തെ സേവിക്കുന്നു. അത് അവരുടെ ഉപജീവന മാർഗം കൂടിയാണ്. ഇനി ക്ഷേത്രത്തിൽ പൂജകൾ ഉണ്ടാകുമ്പം, വേർപാട് ശുദ്ധി കലശം ഉണ്ടാകുമ്പോൾ, ഉത്സവം ഉണ്ടാകുമ്പോൾ, മറ്റെന്ത് വിശേഷങ്ങൾ ഉണ്ടാകുമ്പോഴും അവർക്കുള്ള ഇണത്തോർത്ത്, അവർക്കുള്ള വസ്ത്രങ്ങൾ, ഗണപതി ഹോമം ചെയ്യുന്ന സമയത്തുള്ള അവർക്കുള്ള വസ്ത്രങ്ങൾ, ഇതൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾക്ക് കച്ചവടം നടക്കുന്നത് ക്ഷേത്രങ്ങളിലുള്ളതുകൊണ്ടാണ്. ധാരാളം പേരുകൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നുണ്ട്. ക്ഷേത്രത്തിലേക്ക് ആവശ്യമുള്ള വിളക്കുകൾ ഉണ്ടാക്കുന്നവർ ക്ഷേത്രം കൊണ്ടാണ് ജീവിക്കുന്നത്. ക്ഷേത്രത്തിലേക്ക് ആവശ്യമുള്ള ഈ മണി, ഉടമണി, പൂജാ സെറ്റുകൾ, ഇതൊക്കെ ക്ഷേത്രത്തിലേക്ക് ആവശ്യം. അതുകൊണ്ട് അതാത് ജോലി ചെയ്തിട്ട് അവർ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്ത് അവർ ജീവിക്കുന്നു. ക്ഷേത്രത്തിൽ ധാരാളം വിളക്കുകൾ ആളുകൾ സമർപ്പിക്കുന്നു. വിളക്കുണ്ടാക്കുന്ന ആളുകൾ ജീവിക്കുന്നു. ക്ഷേത്രത്തിലേക്ക് വേണ്ട എണ്ണ
അതുണ്ടാക്കുന്ന കൂട്ടരുണ്ട്. അവരത് വിറ്റ് ഉപജീവനമാർഗം ചെയ്യുന്നു. ക്ഷേത്രത്തിലേക്ക് വേണ്ട നെയ്യ് ഉണ്ടാക്കിയിട്ട് വിൽക്കുന്ന ആളുകളുണ്ട്. അവരത് വിറ്റിട്ട് ഉപജീവനമാർഗം നടത്തുന്നു. ഇതൊക്കെ ക്ഷേത്രം എന്ന് പറഞ്ഞ ഒരു കേന്ദ്ര ബിന്ദു ഉള്ളതുകൊണ്ടാണ്. ഇതിനെ ചുറ്റിപ്പറ്റിയിട്ട് സൂര്യനെ വലം വയ്ക്കുന്ന മറ്റു ഗ്രഹങ്ങളെ പോലെ ഒരു ക്ഷേത്രത്തെ വലം വെച്ച് ഒരുപാട് ആളുകൾ ഉണ്ട് ജീവിതം മുൻപോട്ട് പോകുന്നുണ്ട്. ഒന്ന് വിമർശിച്ചാൽ മാത്രം പോരാ, കുറ്റങ്ങൾ മാത്രം കണ്ടാൽ പോരാ, നല്ലത് കാണാനുള്ള കണ്ണുകൂടെ ഉണ്ടാവണം. എണ്ണിയാൽ തീരില്ലേ, ഒട്ടനവധി ചെറുതും വലുതുമായി ചന്ദനത്തിരി ഉണ്ടാക്കുന്നവർ, ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ് അവർ ചന്ദനത്തിരി ഉണ്ടാക്കുന്നത്. കർപ്പൂരം ഉണ്ടാക്കുന്നവർ, ക്ഷേത്രത്തിലേക്ക് കർപ്പൂരങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് അവർ ജീവിക്കുന്നത്. എത്ര സ്റ്റാഫുകളുണ്ടാവും ഒരു കർപ്പൂരം ഉണ്ടാക്കുന്ന സ്ഥാപനത്തിൽ? ഈ കർപ്പൂരം ഉണ്ടാക്കണം മുഖ്യമായിട്ട് എവിടേക്കാണ്? ക്ഷേത്രത്തിലേക്കാണ്. എത്ര ഒരു സ്ഥാപനത്തിൽ എത്ര ഉണ്ടാക്കുന്നവർ? അപ്പോൾ പ്രത്യക്ഷമായിട്ടല്ലെങ്കിലും പരോക്ഷമായിട്ട് ക്ഷേത്രത്തെ ആശ്രയിച്ചുകൊണ്ട് ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട്. കർപ്പൂരം ഉണ്ടാക്കി ജീവിക്കുന്നവരുണ്ട്. കളഭം, കുങ്കുമം ഒക്കെ ക്ഷേത്രത്തിലേക്ക് ആവശ്യമാണ്. കുങ്കുമം ഉണ്ടാക്കി ജീവിക്കുന്ന ആളുകളുണ്ട്. എനിക്കറിയാം കുങ്കുമം ഉണ്ടാക്കി ക്ഷേത്രത്തിലേക്ക് കൊടുക്കുന്നത് പിന്നെ ജീവിക്കുന്ന ആളുകളുണ്ട്. കളഭപ്പൊടി ഉണ്ടാക്കി ജീവിക്കുന്ന ആളുകളുണ്ട്. ക്ഷേത്രത്തിലേക്ക് ഇന്ന ക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ തരാമെന്ന് വന്ന് കൊടുത്ത് ജീവിക്കുന്ന ആളുകൾ നമുക്കറിയാം. ക്ഷേത്രങ്ങളിലേക്ക് വേണ്ടതായ താമരകള്, തുളസികള് അത് കൃഷി ചെയ്ത് അത് ഉണ്ടാക്കിയിട്ട് ഇന്ന ക്ഷേത്രങ്ങളിലേക്ക് അവർ ഉണ്ടാക്കി കൊടുത്ത് ജീവിക്കുന്ന ആളുകളുണ്ട് ക്ഷേത്രത്തിൽ. ഇവരുടെയൊക്കെ കുടുംബം പുലരുന്നുണ്ട്. നമ്മളത് കാണണ്ടേ? അവർ അന്തസ്സായിട്ട് മാന്യമായി തൊഴിൽ ചെയ്തിട്ട് അവര് അച്ഛനെയും അമ്മയും ഭാര്യയും മക്കളെയൊക്കെ പുലർത്തുന്നുണ്ട് ഈ തൊഴിൽ ചെയ്തിട്ട്. കാരണം അതൊക്കെ ഉണ്ടാകാൻ കാരണം ഇപ്പുറത്തെ ക്ഷേത്രം നിൽക്കണോണ്ടാണ്. ഈ ക്ഷേത്രം ഇല്ലാണ്ടായാൽ എത്ര പേരുടെ ലക്ഷക്കണക്കിന് ആളുകളുടെ തൊഴിലാണ് ഇല്ലാണ്ടാവുക. റോഡ് സൈഡിൽ ക്ഷേത്രങ്ങളുടെയൊക്കെ ചുറ്റുഭാഗത്തായിട്ട് മാല കെട്ടിക്കൊടുക്കുന്ന ആളുകളുണ്ടാവും, പൂജാ സ്റ്റോഴ്സ്. അവർ ജീവിക്കുന്നത് ക്ഷേത്രങ്ങളുമാണ്. അല്ലാണ്ട് സമൂഹത്തിന് ഈ ഹിന്ദു ആരാധനാലയങ്ങളെ കൊണ്ട് സമൂഹത്തിന് എന്ത് ഗുണമാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുണമേ ഉള്ളൂ. ചരട് തൂക്കിയിട്ടിട്ട് കടകളുടെ പോലെ ചരട് തൂക്കിയിട്ട് കച്ചവടം ചെയ്യുന്നത് കാണാം. മൂകാംബി ആയാലും ഗുരുവായൂർ ക്ഷേത്രമായാലും ഏത് ചെറിയ ക്ഷേത്രങ്ങളായാലും തൊഴാൻ പോണ സമയത്ത് വഴി വക്കിൽ ഓരോരുത്തർ ചരട് വെച്ചിട്ടും അത് വെച്ചിട്ടും കുങ്കുമം വെച്ചിട്ടും ഒക്കെ കച്ചവടത്തിൽ ജീവിക്കുന്നത് അമ്പലമുള്ളത് കൊണ്ടാണ്. ഇനി ക്ഷേത്രങ്ങളിലെ ആന, ഈ ആനയുടെ മുതലാളിമാർ ജീവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ഉത്സവങ്ങൾ നടക്കണുണ്ടല്ലേ, ഉത്സവം നടക്കാൻ ക്ഷേത്രം വേണ്ടേ? ആ ആനയെ പരിപാലിക്കുന്ന പാപ്പാന്മാർ കുടുംബം പുലർത്തുന്നത് എങ്ങനെയാണ്? ഉത്സവങ്ങൾ ഉള്ളതുകൊണ്ടല്ലേ. ക്ഷേത്രം ഇല്ലെങ്കിൽ ഈ ആനയും കൊണ്ട് പാപ്പാന്മാർ എങ്ങോട്ട് പോകും? ഇനി കലാകാരന്മാര്, കലകള്, എന്തെല്ലാം കലകളാണ് ക്ഷേത്രത്തിലൂടെ അവരവരുടെ സർഗശേഷിയെ വർദ്ധിപ്പിക്കുന്നത്. പാട്ടുപാടുന്നവരുണ്ട്, നൃത്തങ്ങൾ ചെയ്യുന്നവരുണ്ട്, മിമിക്രി കലാകാരന്മാരുണ്ട്. ഇത്തരം കലാകാരന്മാരൊക്കെ ക്ഷേത്രങ്ങളിലൂടെ വളർന്നു വന്നത് മറന്നു പോരുന്നു. നമ്മൾ കുറച്ച് അഹങ്കാരം തലയെ കയറുമ്പോൾ ചോദിക്കുന്ന ക്ഷേത്രം കൊണ്ട് എന്താ കാര്യമെന്ന്. ഇത് കുറെ കാലത്തെ അന്നമുണ്ടത് ജാതിയും മതവും ഇല്ലാതെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ ക്ഷേത്രത്തിൽ മിമിക്രി കാണിച്ചിട്ടും പാട്ടുപാടിയിട്ടും പിന്നെ വില്ലടിച്ചാൻ പാട്ട് നടത്തിയിട്ടും നാടകങ്ങൾ നടത്തിയിട്ടും ഗാനമേള നടത്തിയിട്ടും അതിനുള്ള വേദിയും സാഹചര്യവും ഒരുക്കി കൊടുത്തിട്ടാണ് ഈ കലാകാരന്മാർ വളർന്നത്. അവിടുന്ന് കിട്ടുന്ന ചില്ലുവാനം കൊണ്ടാണ് അവരവരുടെ വീട് പുലർത്തിയത്. എത്ര പേര് ഗാനമേള നടത്തുന്നവർക്ക് അവസരം കൊടുക്കാറുണ്ട് ക്ഷേത്രങ്ങളല്ലാതെ? എത്ര പേര് മിമിക്രി കലാകാരന്മാർക്ക് ക്ഷേത്രങ്ങൾ കൊടുക്കുന്നത് പോലെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്, സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ക്ഷേത്രങ്ങൾ ചെയ്തു കൊടുക്കുന്ന പോലെയൊന്നും വേറെ ഒരു പ്രസ്ഥാനത്തിനും സാധിക്കില്ല. എത്ര കലാകാരന്മാർ എണ്ണിയാവിടുന്നില്ല. പല 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 കലാകാരന്മാർ ക്ഷേത്രവുമായി ശാസ്ത്രീയ സംഗീതത്തില്, ശാസ്ത്രീയ നൃത്തത്തില് അവരെല്ലാം അവരവരുടെ പിന്നെ സന്തോഷകരമായ അവരുടെ കലകൾ അവരെ സമൂഹത്തിന് മുമ്പിൽ പ്രദർശിപ്പിച്ച് അവരുടേതായ ജീവിതം അവർ നടത്തുന്നു. കാശ് വാങ്ങുന്നുണ്ട്, സംശയം തന്നെ. അത് ജീവിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷെ അവർക്കും അവരുടെ ആ കല അത് പ്രദർശിപ്പിച്ച് അവരുടെ എന്താണ് ജീവിതമാർഗം കണ്ടെത്താനുള്ള ഒരു സങ്കേതം ക്ഷേത്രം കൊടുക്കുന്നു. ഗാനമേളക്കാർ മാത്രമാണോ? ഗാനമേളയ്ക്ക് പോകണമെങ്കിൽ ഓർക്കസ്ട്ര ടീം വേണ്ടേ? ഈ പിന്നെ മറ്റ് തബലിസ്റ്റും കീബോർഡ് വായിക്കുന്നവരും ഇവരെല്ലാം സന്തോഷമായിട്ട് കഴിയുന്നത് ധാരാളം നാട്ടിലും ക്ഷേത്രങ്ങൾ ധാരാളം ഉത്സവങ്ങളുള്ളതുകൊണ്ടാണ്. എണ്ണിയാ തീരില്ല. ഇതാ മൈക്കോപ്പറേറ്റീവ് ഇരിക്കുന്നു. ആ മൈക്കോപ്പറേറ്റീവ് കൂടെ അങ്ങനെ ഒരു സൗകര്യം ഉണ്ടായതുകൊണ്ടല്ലേ, ക്ഷേത്രം ഉണ്ടായതുകൊണ്ടല്ലേ ഇവിടെ സപ്താഹം നടക്കുന്നത്.
ഈ സപ്താഹം നടക്കണോണ്ടോ നവാഹം നടക്കണോണ്ടോ അല്ലേ ഈ ലൈറ്റ് ആൻഡ് സൗണ്ടുകാരെ വിളിച്ചിട്ട് അവർക്കൊരു അവസരം കിട്ടുന്നത്. ഈ പറയുന്ന ആചാര്യൻ ഉൾപ്പെടെ വായിക്കുന്ന പാരായണം ചെയ്യുന്ന ആളുകൾക്ക് ഉൾപ്പെടെയുള്ള ഒരു ഒരു കേന്ദ്രം കൂടിയാണ് ക്ഷേത്രങ്ങൾ. അത് പറയുമ്പോൾ ഓരോ ക്ഷേത്രങ്ങളുടെ മുമ്പിലും മുട്ടടക്കാൻ വേണ്ടി നാളികേരം മാത്രം കൊണ്ടുവച്ച് ചുറ്റുന്ന ആൾക്കാരുണ്ടാകും. അവർ നാളികേരം വെച്ചിട്ട് അവർ ജീവിക്കുന്നു. മുട്ടടക്കൽ ശരിയാണോ തെറ്റാണോ ഒരാൾ എന്നോട് ചോദിച്ചു. ശരിയോ തെറ്റോ ഉണ്ടല്ല, കുറെ ആൾക്കാർ ഉണ്ണുന്നു. അതുകൊണ്ട് നല്ലത് കാണുന്നൂടെ പഠിക്കാൻ നമ്മൾ, ചീത്തത് കാണുന്നതോടൊപ്പം തന്നെ നല്ലതും കൂടെ കാണാൻ പഠിക്കുക. ഇത് താരതമ്യം ചെയ്തിട്ട് ഏതാണ് കുറച്ചുകൂടെ തമ്മിൽ ഭേദം എന്ന് ചിന്തിക്കുക. എത്ര കടകളാണ് വള വിൽക്കുന്ന, പട്ടുസാരി വിൽക്കുന്ന, കസവ് സാരികൾ വിൽക്കുന്ന എത്ര കടകളാണ് ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു ഇത്തിൽക്കണ്ണി പോലെ എത്ര കടകളാണ് ജീവിക്കുന്നത്. എത്ര ആളുകൾ, എത്ര സ്റ്റാഫുകൾ. ഗുരുവായൂരിന്റെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ എത്ര കടകളുണ്ട്. ശബരിമലയിലേക്ക് പോകുന്ന വഴിയിൽ, ശബരിമല എന്ന് പറഞ്ഞ സങ്കേതം ഉണ്ടായതുകൊണ്ടാണല്ലോ, ഈ ആളുകൾ പോകണോണ്ടാണല്ലോ റോഡ് വക്കിൽ ഹലവയും അതും ഇതും പിന്നെ പൈനാപ്പിളും മുന്തിരിയും സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വെക്കുന്നത്. അരിയും പൊരിയും. ഒരു ഉത്സവം ഉണ്ടായിക്കഴിഞ്ഞാൽ എത്ര പേരാണ് ജീവിക്കുന്നത്. അരി കൊണ്ടുവരുന്നു, മലര് കൊണ്ടുവരുന്നു, പൊരി കൊണ്ടുവരുന്നു, ബലൂണ് വിൽക്കുന്നവര്, മിഠായി വിൽക്കുന്നവര്, ജിലേബി വിൽക്കുന്നവര്. ഒരു ക്ഷേത്രംകാരനാണെന്ന് ആളുകൾ തിന്ന് ജീവിതം കുടുംബം പുലർത്തുന്നത്. വിശപ്പ് മാറ്റാൻ ക്ഷേത്രം ലോകത്തെ അനുഗ്രഹിക്കുന്നത് പോലെ വേറെ ഒരു പ്രസ്ഥാനവും ഇവിടെ ചെയ്യുന്നില്ല, ഒരു ചുക്കും ചെയ്യുന്നില്ല. ഓരോ ക്ഷേത്രങ്ങളിലും ദിവസവും എത്രയെത്ര അന്നദാനങ്ങളാണ് നടക്കുന്നത് ഓരോ സ്ഥലത്തും, അല്ലേ? ഒന്ന് രണ്ട് പേർക്കാണോ? എത്ര ചാക്ക അരിയ വയ്ക്കുന്നത്. അവർക്ക് ഭക്ഷണം വീട്ടിൽ കിട്ടാണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത് ചോദ്യം. അതിപ്പോ നിങ്ങൾ ചോദിക്കണ്ട. മയറ് നിറയുണ്ടോ? വിശന്ന് ഉച്ചയ്ക്ക് വിശന്നിരിക്കുന്നവർക്കൊക്കെ അന്നം കൊടുക്കുന്നുണ്ടോ? എത്ര പേർക്ക് സാധിക്കും? ഞാൻ പറയുന്ന ഈ ഹിന്ദു ആരാധനാലയങ്ങൾ ഇങ്ങനെ അന്നദാനം ചെയ്യുന്നത് പോലെ വേറെ ഏത് ആരാധനാലയമാണ് ഇങ്ങനെ സ്ഥിരമായിട്ട് അന്നദാനം ചെയ്യുന്നത്? ഒന്ന് പറഞ്ഞത് കേൾക്കട്ടെ. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം അന്നാണല്ലോ, അല്ലേ? സപ്താഹത്തിന് പോയ 7 ദിവസം ഭക്ഷണം. അതെവിടെ നടക്കുന്നത്? ക്ഷേത്രങ്ങളിലാണ് ഭൂരിഭാഗവും നടക്കുന്നത്. അതല്ലാതെ പ്രത്യേക ദിവസങ്ങളിലൊക്കെ അന്നദാനം കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. വിശേഷപ്പെട്ട ക്ഷേത്രങ്ങളാണെങ്കിൽ ദിവസവും അന്നദാനം ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. എത്ര മഹാത്മാക്കൾ, സാധുക്കൾ വീട് വിട്ടുപോകുന്ന അലയുന്ന എത്ര പേർക്കാണ് ഒരു ദിവസം ഭക്ഷണം കിട്ടുന്നത്? ഈ പറയുന്ന ആളുകൾ, ഈ അലഞ്ഞു നടക്കുന്ന ആളുകൾക്ക് അന്നം കിട്ടുന്നുണ്ടോ എന്ന് അന്വേഷിക്കണ്ടോ അവൻ? ഇവർ ക്ഷേത്രം വലിയ പ്രശ്നപ്പം. അതാ എന്താ ഇവർ ഈ ക്ഷേത്രത്തിൽ ഇല്ലാണ്ടാക്കി കഴിഞ്ഞാലുണ്ടല്ലോ, ഈ പറഞ്ഞവന്റെ വീടും പറമ്പും വിറ്റാപോലൊന്നും പരിഹരിക്കാൻ പറ്റില്ല. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കൊത്തുപണികൾ നടത്തുന്ന എത്രയോ ആളുകളുണ്ട്. എത്രയോ ക്ഷേത്രങ്ങൾ ജീർണോദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നു. തൻ്റെ ആ ഒരു കല, തൻ്റെ ആ ഒരു സിദ്ധി പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവര് കൊത്തുപണികൾ നടത്തുന്നു. അത് കല്ലിലായാലും അത് പിന്നെ മരത്തിലായാലും എന്തൊരു ഭംഗിയുള്ള ക്ഷേത്രങ്ങളാണ്. ഈ ക്ഷേത്രങ്ങൾ പോയി കണ്ടാൽ തന്നെ നമ്മുടെ മനസ്സ് നിറയില്ലേ? ഇത്ര സുന്ദരങ്ങളായ നമ്മുടെ അത്ഭുതത്തെ, നമ്മുടെ ഉള്ളിൽ അത്ഭുതം ഉണ്ടാക്കുന്ന, ആശ്ചര്യമുണ്ടാക്കുന്ന എത്ര സുന്ദരവും മനോഹരവുമായ, ലോകത്തിന് മുമ്പിൽ നമുക്ക് അഭിമാനത്തോടെ നിൽക്കാൻ പറ്റുന്ന എത്രയെത്ര ക്ഷേത്രങ്ങളുണ്ട്. ഇതൊക്കെ ആരാ ഉണ്ടാക്കിയത്? എത്രയോ വിദേശികൾ നമ്മൾ എത്രയെത്ര ക്ഷേത്രങ്ങൾ വന്ന് കാണുന്നു. നമ്മൾ തന്നെ നോക്കി നിന്ന് പോകാറില്ല. ചില ക്ഷേത്രങ്ങളിലെ കൊത്തുപണികൾ കാണുമ്പോൾ എന്തൊരു മനോഹരമാണ്, എന്തൊരു സുന്ദരമാണത്. ക്ഷേത്രങ്ങളിലെ ചുമർ ചിത്രങ്ങൾ വരയ്ക്കുന്ന ആളുകളുണ്ട്. അവരതുകൊണ്ടാണ് ജീവിക്കുന്നത്. അത്തരം ചിത്രങ്ങൾ വേറെ എങ്ങനെ കാണാൻ പ്രയാസമാണ്. അത് ക്ഷേത്ര ചുമരുകളിലാണ് അതിന് പറയുന്നത്. ഒരു ക്ഷേത്രത്തിൽ അന്നദാനം ഓരോരുത്തരും നമ്മൾ പറഞ്ഞപ്പോൾ കഴിക്കേണ്ടി വന്നു. അന്നം കഴിക്കാണെങ്കിൽ അന്നം ഉണ്ടാക്കുന്ന ആൾ വേണ്ടേ? ഒരു ക്ഷേത്രത്തിൽ അന്നം ഉണ്ടാക്കുന്ന ആളുണ്ട് വേണ്ടേ? പാകം ചെയ്യുന്ന ആൾ വേണ്ടേ? അയാൾ ജീവിക്കുന്നത് ക്ഷേത്രമുള്ളതുകൊണ്ട് ക്ഷേത്രത്തിൽ അന്നദാനം അയാൾ പാകം ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കി അയാളുടെ കുടുംബം ജീവിതം പുലർത്തുന്നു. പ്രഭാഷകന്മാര്, ആചാര്യന്മാര് സമൂഹത്തിന് ശാസ്ത്രങ്ങളും ഭഗവാന്റെ കഥകളും തത്വങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നു ക്ഷേത്രങ്ങളിൽ വെച്ചിട്ട്. അപ്പൊ അവർക്കും അവരുടേതായ ഒരു എല്ലാ തരത്തിലുള്ള ഉയർച്ച ഉണ്ടാക്കുന്നതിന് ക്ഷേത്രം സഹായമാണ്. എത്ര എഴുത്തുകാരാണ് ക്ഷേത്രങ്ങളെ കുറിച്ച് പുസ്തകം എഴുതിയിട്ട് മാമ ഉണ്ണുന്നത്?
എത്ര കവികളാണ് പല ക്ഷേത്രങ്ങളെ കുറിച്ചിട്ട് എഴുതിയിട്ടുണ്ടാക്കുന്നത്, എത്ര പാട്ടുകാരാണ് ഓരോ ചോറ്റാനിക്കര അമ്മയെ കുറിച്ച്, അയ്യപ്പനെ കുറിച്ച്, ഗുരുവായൂരപ്പനെ കുറിച്ച്, മൂകാംബി അമ്മയെ കുറിച്ച് തന്റെ വരികൾ എഴുതിയുണ്ടാക്കി തന്റെ കഴിവുകൾ വികസിപ്പിച്ച് CD ഇറക്കി അല്ലെങ്കിൽ പലതും ഇറക്കിയിട്ട് അവരും കാശുണ്ടാക്കി ജീവിക്കണില്ലേ? ക്ഷേത്രമുള്ളതുകൊണ്ടല്ലേ. ക്ഷേത്രം എത്ര പേരെ ഊട്ടുന്നു എന്ന് മനസ്സിലായോ? എണ്ണിയാൽ ഒടുങ്ങാത്ത കുടുംബങ്ങളാണ് ഒരു ക്ഷേത്രം പോലും ഊട്ടി വളർത്തി വലുതാക്കുന്നത്. വലിയ അമ്മയാണ് ആര് ക്ഷേത്രത്തിൽ വെടി പൊട്ടിക്കുന്ന ആളുകളുണ്ട്, കരിമരുന്ന് പ്രയോഗിക്കുന്നവരുണ്ട്. തമിഴ്നാട്ടിലും എവിടെയൊക്കെയോ ഈ മരുന്നുകൾ ഉണ്ടാക്കി ക്ഷേത്രങ്ങളിലേക്ക് ഉത്സവം നടക്കുന്നു പ്രതീക്ഷിച്ചിട്ട് ഒരു ദിവസം വരുമ്പോൾ തന്റെ ജീവിതം കുറച്ചു കാലം കാശുണ്ടാക്കാമെന്ന് കരുതിയിട്ട് വളരെ റിസ്ക് എടുത്തിട്ട് അപകടകരമായ പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരില്ലേ? അതൊക്കെ അതിന്റെ അടിസ്ഥാനം എന്താ? ക്ഷേത്രമാണ് അവരുടെ ഒരു ആശ്രയം. ആ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നതാണ് അവരുടെ ആശ്രയം. പിന്നെ ഇപ്പൊ തൃശ്ശൂർ പൂരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറയേണ്ട, കുട ഉണ്ടാക്കുന്നവര് മറ്റ് പറഞ്ഞാൽ തീരില്ല, ധാരാളം മേഖലകളുണ്ട് ഈ ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ. ഇതൊക്കെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അന്വേഷിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നിയപ്പോൾ ഒരു ക്ഷേത്രം എത്ര മഹത്താണെന്നുള്ളത്. ക്ഷയാത്, ഒരു മനുഷ്യന്റെ സമസ്ത ക്ഷയവും ഇല്ലാതാക്കുന്നതാണ് ക്ഷേത്രം. അതുകൊണ്ട് പാട്ടെഴുതുന്ന ആളുകളും സംഗീതം ഉണ്ടാക്കുന്ന ആളുകളും കേസറ്റ് ഇറക്കുന്ന ആളുകളും തുടങ്ങി ഇവർക്കൊക്കെ ആശ്രയം കുറെ ക്ഷേത്രങ്ങളൊക്കെ തന്നെയാണ്. അമ്പലത്തിൽ വെടി നടക്കുന്ന ആൾക്കാരുണ്ടാവും, അത് കരാറെടുക്കുന്ന ആൾക്കാരുണ്ടാവും, അതുകൊണ്ട് ജീവിക്കുന്നു ക്ഷേത്രത്തിൽ. ഉത്സവങ്ങൾക്ക് വലിയ കരിമരുന്ന് നടത്തുന്ന ആൾക്കാരുണ്ടാവും, അവരതുകൊണ്ട് ജീവിക്കുന്നു. അങ്ങനെ ആളുകൾ തിരുവനന്തപുരത്തുള്ള മറ്റേ അമ്പലം പൊങ്കൽ നടത്തുന്നു, ആറ്റുകാല് ഉത്സവം വന്നുമ്പോൾ എത്ര പേരാണ് ചട്ടി ഉണ്ടാക്കി അവിടെ വിൽക്കുന്നത്, എത്ര പേരാണ് ഈ അടുപ്പ് കൂട്ടാൻ വേണ്ടി ഇഷ്ടിക കൊണ്ടുപോയി ഇറക്കി കച്ചവടം ചെയ്യുന്നത്. ഇതൊക്കെ അവിടെ ഈ പരിപാടി നടക്കുന്നതുകൊണ്ടാണ്. ക്ഷേത്രത്തിൽ അത്ര ഉത്സവമുള്ളതുകൊണ്ട് എത്രയോ ആളുകൾ അവരുടെ ജീവിക്കാനുള്ള വരുമാനം കണ്ടെത്തുകയാണ് ക്ഷേത്രം കൊണ്ട്. ഒന്നും വേണ്ട, ഒരു സപ്താഹം, ഒരു ഉത്സവത്തോ അമ്പലത്തിന്റെ ഒരു പ്രതിഷ്ഠാദന മഹോത്സവം എന്തെങ്കിലും നടത്തുന്ന സമയത്ത് നോട്ടീസ് അടിക്കാൻ വേണ്ടി പിന്നെ പ്രസ് കൊടുക്കില്ലേ? ആ പ്രസ്സുകാർ ജീവിക്കുന്നത് ഈ അമ്പലമുള്ളതുണ്ടല്ലോ അല്ലേ? പ്രസ്സുകാർക്ക് വേറെ എത്ര കൂടുതൽ വരെ ഓരോ അമ്പലത്തിന്റെയും ഒരുപാട് നോട്ടീസുകൾ വരുന്നു, അടിക്കാൻ കൊടുക്കുന്നു. അവരവർ ജീവിക്കുന്നതും ക്ഷേത്രങ്ങൾ, അവിടെ ഉത്സവങ്ങൾ, അവിടെ മറ്റ് പരിപാടികൾ, ശിവരാത്രി, നവരാത്രി, മറ്റ് ഉത്സവങ്ങൾ, സപ്താഹങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് പരിപാടി വരുമ്പോൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് നോട്ടീസ് അടിക്കാൻ കൊടുക്കുന്നു. അവർക്ക് അവരുടെ ജീവിതം ക്ഷേത്രങ്ങളുള്ളതുകൊണ്ട് അവരും ജീവിച്ചു പോകുന്നു. ഈ ഒരു ക്ഷേത്രത്തിന് മറ്റൊരു വശം ചിന്തിച്ചു കഴിഞ്ഞാൽ ക്ഷേത്രത്തിന് വലിയ കുളം, എന്താ കുളത്തിന്റെ ഓരോ ക്ഷേത്രങ്ങളുടെയൊക്കെ കുളം, ഭഗവാനെ ശിവശിവ അത്ഭുതം തോന്നിയപ്പോൾ. ഒരു ഏക്കർ, അതിൽ കൂടുതൽ ഏക്കറിലൊക്കെ കുളങ്ങളുണ്ട്. ഒരു ക്ഷേത്രത്തിന്റെ പരിസരത്ത് ഒരു കുളം ഉണ്ടായാൽ അതിന്റെ ഏതാണ്ട് ഒരു പരിസരം മുഴുവനുള്ള കിണറ്റിൽ വെള്ളം ഉണ്ടാവും. എത്ര വേനൽക്കാലം വന്നു കഴിഞ്ഞാൽ സകല ദിക്കിലും വെള്ളം പറ്റിയാലും ആ ക്ഷേത്രത്തിന്റെ കുളത്തിന്റെ പരിസരത്തുള്ള വീടുകളിൽ വെള്ളം പറ്റില്ല. ഒരു ക്ഷേത്രം എത്ര പേരുടെ ദാഹജലാണ് നിലനിർത്തി കൊടുക്കുന്നത് അറിയോ? ഇതൊക്കെ പഴയ കാരണന്മാര്, പഴയ പൂർവികന്മാർ ഒരു ക്ഷേത്രം ഉണ്ടാക്കുമ്പം അത് സമൂഹത്തിനുള്ള ഏറ്റവും വലിയ അനുഗ്രഹം കൂടി ആയിട്ട് മാറ്റിയിട്ടാണ് ക്ഷേത്രത്തെ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് ഈ ഹിന്ദു ആരാധനാലയങ്ങളെ കൊണ്ട് സമൂഹത്തിന് ഗുണമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ച ഒരു കുളമായാലും ക്ഷേത്രത്തിന് ചുറ്റിലും വയ്ക്കുന്ന ആൽമരങ്ങളായാലും അതൊക്കെ എന്താണ്? അതൊക്കെ സാമൂഹികമായ അന്തരീക്ഷം ശുദ്ധമാക്കാൻ വേണ്ടിയിട്ട് പൂർവികന്മാരെ വെച്ചതാണ്. സമൂഹത്തിന് ഗുണകരമാണ്. കാവുകളുണ്ട് ക്ഷേത്രങ്ങൾ, കാവുമായി ബന്ധപ്പെട്ട ക്ഷേത്രമല്ല, ആരാധനാലയങ്ങളുണ്ട്, കാവുകളുണ്ട്, ദേവിയെ സംബന്ധിക്കുന്ന കാവുകളുണ്ട്. ഈ കാവുകൾ എന്തൊരു വലിയ എക്കോസിസ്റ്റമാണ് പ്രകൃതിക്ക് നൽകുന്നത്. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ സംരക്ഷിക്കുന്നതിൽ കാവുകൾക്കുള്ള പങ്ക് എത്രയാണ്? മാത്രമല്ല, ഒരു കാവിൽ എത്രയെത്ര പക്ഷി മൃഗാദികളുണ്ടാവും, എത്ര അപൂർവങ്ങളിൽ അപൂർവമായ ഔഷധങ്ങൾ ഈ കാവുകളിൽ ഉണ്ടാവും, പക്ഷിമൃഗാദികൾ ഉണ്ടാവും കാവുകളിൽ. ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഭൗതിക പ്രയോജനങ്ങളൊക്കെ ഉണ്ട് ക്ഷേത്രം കൊണ്ട്. ഇനി ഇതിൻ്റെ ഒക്കെ അപ്പുറത്ത് ഒരു ഭക്തന് വന്ന് അവന്റെ ദുഃഖവും അവന്റെ പ്രയാസങ്ങളും അവന്റെ ക്ലേശങ്ങളും എല്ലാം ഇറക്കി വെക്കാൻ ഒരു സങ്കേതമാണ്. അപ്പൊ പറഞ്ഞതൊക്കെ മാറ്റിവെക്കാൻ പറ്റില്ല അതൊന്നും. എങ്കിലും പറയാണ്, ഒരു സാധാരണ ഭക്തൻ, അവന് വലിയ ജ്ഞാനമൊന്നുമില്ല, അവന്റെ പ്രശ്നങ്ങൾ പോലും ഇറക്കി വെക്കാൻ ഒരു സങ്കേതം വേണ്ടേ?
നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കുമോ? സാധിക്കില്ല. അവൻ ഓടി വന്നു കഴിഞ്ഞ് ഭഗവാൻ മുമ്പിൽ വന്ന് ഇരുന്ന് ഒന്നൊരു പ്രസാദം സമർപ്പിച്ച് ഒരു വഴിപാട് സമർപ്പിച്ച് അവൻ്റെ ജീവിതത്തിൽ അവൻ എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നേടിയിട്ടാണ് പോകുന്നത്. ഒരു ക്ഷേത്രത്തിൽ വന്ന് നാമം ജപിച്ചിട്ടോ പൂജകൾ ചെയ്തിട്ടോ അവൻ്റെ വലിയ ദുഃഖങ്ങൾ മാറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കുറ്റം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. അത് അവൻ്റെ അനുഭവമാണ്. ഒരു ക്ഷേത്രത്തിൽ വന്ന് അവിടെ വന്ന് പ്രാർത്ഥിച്ച് അവിടെ വന്ന് ഭജനം ചെയ്ത് അവിടെ വഴിപാടുകൾ കഴിച്ച് അവിടെ ഇരുന്ന് അല്പസമയം നാമം ജപിച്ച് അവൻ്റെ ജീവിതത്തിലെ എന്തെങ്കിലും വലിയ പ്രയാസമേറിയ എന്തെങ്കിലും പ്രശ്നങ്ങളെ അവൻ്റെ ജീവിതത്തിൽ നിന്ന് നീക്കിയിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ ജീവിത അനുഭവമാണ്. അങ്ങനെ അനുഭവമുള്ളവനോട് ക്ഷേത്രം കൊണ്ട് എന്ത് ഗുണം ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ചിരിക്കും. കാരണം അത് പറഞ്ഞു കൊടുത്താൽ മറ്റവന് ബോധ്യമാവില്ല. ഞാനൊരു ക്ഷേത്ര ആരാധന കൊണ്ട് ഭക്തി കൊണ്ട് എൻ്റെ ഉള്ളിൽ ഭക്തിയെ വർദ്ധിപ്പിച്ച് ഞാൻ ഭഗവാനിൽ നിന്ന് അനുഗ്രഹം കൊണ്ട് എൻ്റെ എന്തെല്ലാം പ്രശ്നങ്ങൾ നീക്കിയിട്ടുണ്ട്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ഷയത്തെ ഇല്ലാതാക്കുന്നതാണ്. അതുകൊണ്ട് ഭൗതികമായ ഒരുപാട് നേട്ടങ്ങൾ, ദുഃഖങ്ങൾ ഇറക്കി വയ്ക്കാനുള്ള, ഭാരം ഇറക്കി വയ്ക്കാനുള്ള ഒരു സങ്കേതമാണ് ക്ഷേത്രം. ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് ആധ്യാത്മികമായി, ഇതിൻ്റെ എല്ലാ അപ്പുറത്ത് ആധ്യാത്മികമായി തന്നെ തൻ്റെ ആത്മഭാവത്തിലേക്ക് ഉയരാൻ തന്നെ സഹായിക്കുന്ന അതിഗംഭീരമായൊരു സാധനാ കേന്ദ്രമാണ് ക്ഷേത്രം. അത് മറ്റവന് ഈ പറഞ്ഞ ചൊറിച്ചിലുള്ളവണ്ടല്ലോ, അവൻ ആ മറുപടി കൊടുത്തിട്ട് കാര്യമില്ല. കാരണം അവൻ അത് ആവശ്യമില്ല, കൊടുത്താൽ മറ്റും മനസ്സിലാവുകയില്ല. അവിടെ അത്രക്കാർക്ക് അത് പറയാൻ പോകേണ്ട കാര്യമില്ല. ഇനിയുണ്ട്, പറഞ്ഞാൽ തീരില്ല. ഇനിയും നമ്മൾ സങ്കല്പിക്കാത്ത, ഒരിക്കലും നമ്മൾ ചിന്തിക്കാത്ത ഒരുപാട് മേഖല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട്. ചിലപ്പോൾ എന്നെക്കാൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്തൊക്കെയാ കാര്യം? എനിക്ക് എല്ലാം ഇപ്പോൾ പറയാൻ പറ്റില്ല, പലതൊക്കെ വിട്ടുപോകും അല്ലേ? വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നവര്, കലുവളക്ക് ഉണ്ടാക്കുന്നവര്, എന്തെല്ലാം ഉണ്ട്. അവരും ജീവിക്കുന്നില്ലേ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അല്ലേ? ഇതേപോലെ ചിലതൊക്കെ വിട്ടുപോകും. ഇനിയുണ്ടാവും. നിങ്ങളുടെ വീട്ടിലേക്ക് കലുവളക്ക് വേണോ? വിഗ്രഹം വേണോ? വേണ്ട. പിന്നെ അത് എവിടേക്കാണ് വേണ്ടത്? അമ്പലത്തിലേക്ക്. അപ്പൊ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് അതുണ്ടാക്കിയാൽ അത് കച്ചവടമാവുക. അപ്പൊ അവർ ജീവിക്കുന്ന ക്ഷേത്രം കൊണ്ട്. ഇങ്ങനെ ഇനിയുമുണ്ട് ഒട്ടനവധി ക്ഷേത്രം കൊണ്ട്. ഇപ്പൊ എത്ര കുടുംബങ്ങളൊക്കെ ഒരു ക്ഷേത്രം കൊണ്ട് ജീവിക്കുന്നത്? പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കൃഷിഭൂമികളുണ്ടായിരുന്നു. എത്രയുണ്ട് കൃഷിഭൂമികളുണ്ട്. ഇപ്പൊ കുറച്ച് കുറവാണെന്ന് മാത്രം, മുമ്പ് ധാരാളം ഉണ്ടായിരുന്നു. ഇത് എണ്ണിയാലൊടുങ്ങില്ല, ധാരാളമുണ്ട്. അതുകൊണ്ട് ഈ ഹിന്ദു ആരാധനാലയങ്ങളെ കൊണ്ട് സമൂഹത്തിന് ഗുണമേ ഉള്ളൂ. പിന്നെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതിപ്പോ എല്ലാ മേഖലയിലും ഇല്ലേ? ഉണ്ട്, എല്ലാ മേഖലയിലും. 90% അല്ലെങ്കിൽ 95% ഗുണവും ഒരു 5% കുറവുണ്ടെങ്കിൽ ഈ 5% അങ്ങോട്ട് വിട്ടേക്കണം. ബാക്കി 95% നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. മനസ്സിലായില്ലേ? എന്താ, ഏകാദശി ദിവസം തുളസിക്ക് വെള്ളം കുടിക്കാമോ? എന്നും വെള്ളം കൊടുക്കണ്ടേ? നിങ്ങൾ വെള്ളം കുടിക്കില്ല വെച്ചിട്ട് ശരി. പാവല്ലേ ചെടി? അതെന്തായാലും കൊടുത്താൽ എന്താ? അങ്ങനെയുണ്ടോ? അങ്ങനെ കണ്ടോ? ഞാൻ ആദ്യമായിട്ട് കേട്ടു. ഏകാദശി ദിവസം തുളസിക്ക് വെള്ളം ഒഴിക്കാമോ? അങ്ങനെ ഉണ്ടോ? കേട്ടുണ്ടോ? ഏകാദശി എല്ലാ ദിവസവും നോക്കൂ, വ്രതം നമുക്കുള്ളതാണ്. അത് ആദ്യം മനസ്സിലാക്കി. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, വ്രതം എന്നാണ് പേര്. വ്രതം എന്ന് പറഞ്ഞാൽ വരിച്ചത്. ഞാൻ സ്വയം വരിച്ചതാണ്, സ്വീകരിച്ചതാണ്. നമ്മൾ ചെയ്യേണ്ട എന്താ? ഞാൻ ഭക്ഷണം കഴിക്കില്ല. ഒരാൾ എൻ്റെ മുമ്പിലേക്ക് വിശന്ന് വന്നു, നമ്മൾ വിളമ്പി കൊടുക്കണം അവർക്ക്. കാരണം അതുകൊണ്ട് ഇതല്ലേ ഈശ്വരൻ നന്മ എന്ന് പറയുന്നത്. ഞാൻ കഴിക്കില്ല, വെള്ളം കുടിക്കില്ല, എനിക്ക് ഏകാദശിയാണ്, എൻ്റെ അടുത്ത് ആരും ദിവസം വെള്ളം തരും. ഇല്ല, ഞാൻ ഏകാദശിയില്ല, ഞാൻ കഴിക്കാറില്ല. അത് എനിക്കാണ്, നീ കുടിക്കുക, ഞാൻ എന്ന് പറഞ്ഞാൽ എന്താ? എന്തൊരു ക്രൂരത അതൊക്കെ. ഇവരൊക്കെ എന്നാ ഈശ്വരാനുഗ്രഹം ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് വ്രതമാണ്, വരിച്ചതാണ്. അത് എന്നെ സംബന്ധിക്കുന്ന കാര്യമാണ്. ഇനി ഈ ശരീരത്തിന് വെള്ളം കൊടുക്കണോ വെള്ളം കൊടുക്കണ്ടേ എന്നുള്ളത് അത് എൻ്റെ സ്വാതന്ത്ര്യം. എനിക്ക് വെള്ളം കുടിക്കാതെ വ്രതം എടുക്കാനുള്ള ശേഷിയുണ്ട്, എടുത്തോളൂ. അത്ര ശേഷിയില്ല, വെള്ളം മാത്രം കുടിച്ചിട്ടേ ഇരിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ എടുത്തോളൂ. അല്ല, പഴം കഴിച്ചിട്ട് എടുക്കാനുള്ള ശക്തിയുള്ളൂ, അങ്ങനെ എടുത്തോളൂ. അല്ല, ഒരു നേരം അരി ഭക്ഷണം കഴിച്ചിട്ട് എടുക്കാൻ പറ്റുള്ളൂ, അങ്ങനെ എടുത്തോളൂ. അതൊക്കെ അവനവൻ്റെ ശക്തി. പക്ഷെ ആ പാവം തുളസി എന്ത് പഠിച്ചു? അല്ലെങ്കിൽ പാവം തുളസി മാത്രമല്ല, ഏത് വെള്ളത്തിനും ദിവസം വെള്ളം കൊടുക്കുന്നത് പോലെ അന്നും വെള്ളം കൊടുത്തോണം.
അത് മാത്രമല്ല, നമ്മുടെ വീട്ടിലേക്ക് ആര് വന്നു നിങ്ങളുടെ അച്ഛൻ വയ്യാണ്ട് കിടക്കാന്ന് വിചാരിക്കുക, ഞാൻ ഏകാശം എടുത്തിട്ടുണ്ട്, അച്ഛനൊന്ന് വെള്ളം തരില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ ഏത് ഈശ്വരനെ അനുഗ്രഹിക്കുക? നമുക്കിനി പഞ്ചമഹായജ്ഞങ്ങൾ എന്താ പറയാനുള്ളത്? അതുകൊണ്ട് തുളസിയിൽ മാത്രമല്ല, എന്തിനും ദിവസമുള്ള വിശപ്പുണ്ടാവും, ദാഹം ഉണ്ടാവും, അവർക്കത് കൊടുക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളത് പാലിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കാര്യത്തിൽ അത് ചെയ്യുക. കഴിക്കുക, എങ്ങനെ വേണേൽ വ്രതം എടുത്തോളുക. വ്രതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ട് ഭജനമാണ്, ഈശ്വര വിചാരമാണ്, ഈശ്വര സ്മരണയാണ്. അതുകൊണ്ട് ഉള്ളിൽ ശുദ്ധമാവുക എന്നുള്ളതാണ് മുഖ്യം. നമ്മുടെ ഉള്ളിലുള്ള സകല ദോഷങ്ങളും നീങ്ങി എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന ഈശ്വരഭാവത്തെ അറിഞ്ഞ് അമരനായി തീരുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ പാരമാർത്ഥികമായ ലക്ഷ്യം. മനസ്സിലാക്കുക. ഈ സംശയം കണ്ടോ കഴിഞ്ഞു. ജിജ്ഞാസൂരനയു അനസോയോ നമോഘവാൻ ജായാവതി ക്ഷേത്ര